നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അതിൻ്റെ സൺസൈഡ് നോക്കുകയാണെ കല്ലിൽ വെച്ചിട്ടുള്ളത്. നമ്മളുള്ളത് ജിഞ്ചൈ ഫോർട്ട്, സെഞ്ചൈ ഫോർട്ട്, ജിഞ്ചൈ ഫോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന തിരുവണ്ണാമലൈ, വിൽപ്പുറം, പോണ്ടിച്ചേരിക്ക് അടുത്തായിട്ടുള്ള ജിഞ്ചൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടുത്തെ ഒരു കോട്ടയിലാണുള്ളത്. ഇത് നമ്മൾ 8ാമത്തെ എപ്പിസോഡാട്ടോ. മുന്നത്തെ എപ്പിസോഡുകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പോയി കാണണേ. ആ ഏരിയയിലൊക്കെ ഗുഹകൾ കാണുന്നുണ്ട് കേട്ടോ. അതായത് പണ്ട് കാലങ്ങളിലേ പല സ്ഥലത്തേക്കും ഇങ്ങനത്തെ ഗുഹകൾ വെട്ടിയിട്ടൊക്കെ സഞ്ചരിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഗുഹകളാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഏരിയക്കാട്ടോ ഗുഹ പോകണത്. ഇത് അവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഗ്യാപ്പില്ല. പിന്നെ ടാസ്ക് ആട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇറങ്ങണില്ല. ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോൾ ഇതുപോലത്തെ ഒരു ഏരിയക്കാട്ടോ വന്നത്. ഇവിടെയും താഴത്ത് കണ്ട പോലെ ഒക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്കൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടികകളൊക്കെ. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് കേട്ടോ. അതുപോലെ അട്ടിക്കട്ടിക്ക് വെച്ചേക്കണേ. നമുക്ക് അങ്ങോട്ട് പോകണ്ട്, ഇങ്ങോട്ടും പോകണ്ട്. ആദ്യം നമുക്ക് ഇങ്ങോട്ട് പോയേക്കാം. നിർമ്മിതികളൊക്കെ മണ്ണിനോട് ചേർന്നുകൊണ്ടേ ഇരിക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടികകൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് കയറുന്നത് ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഒന്നുമില്ല കേട്ടോ, നേരത്തെ കണ്ടതേപോലെ തന്നെ. അപ്പോൾ അവിടെ കണ്ട വേസ്റ്റുകൾ ഇവിടുന്ന് കോരിയിട്ടിട്ടതാണ് കേട്ടോ. അതായത് ഇതിനുള്ളിൽ കിടന്ന് തൂരുന്ന കരുതിയിട്ടേ പുറത്തേക്ക് മാറ്റിയിട്ടാണ്. നല്ല കാര്യം. ഇതിൻ്റെ ആർച്ച് പൊളിഞ്ഞാടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലേക്ക് കയറാനുള്ള ഒരു കവാടാണ് കേട്ടോ. പക്ഷേ നമ്മൾ വലിയൊരു ഗുഹ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഗുഹയാണ്. ഇങ്ങനെ ഉണ്ടോ ഇതിൻ്റെ ഉൾഭാഗം. അവിടേക്ക് ഇങ്ങനെ ആയിട്ട് ഒരു വഴി കാണുന്നുണ്ട്. പിന്നെ വേറെ എവിടേക്കും കാണുന്നൊന്നുമില്ല. ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുള്ളൊരു ഏരിയ. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോകട്ടെ. ഈ ഒരു ഏരിയക്ക് അങ്ങനെ ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ ഉള്ള വ്യൂ പോയിൻ്റ് ഇതുപോലെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള അവസ്ഥ. ഒരു ബിൽഡിങ് മേലെ അവരെന്തൊക്കെ സാഹസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നോക്കണേ, അതിന് മേലേക്ക് കയറിയതാട്ടാ. കൊത്തി പിടിച്ച് കയറിക്കണ പയ്യന്മാർ. പോണത് ഈ ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. അവിടെ ഒരു പീരങ്കി ഇരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ ഒരു കെട്ടിട നിർമ്മിതിക്കുള്ളിൽ ഒരു പീരങ്കി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അതിക്കൂടെ ഇറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു കെട്ടിടത്തിൻ്റെ ബാക്കിലാട്ടാ. ഇവിടെ എന്തൊക്കെ നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട്. പൊളിഞ്ഞാടി പോയിക്കണേ. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടാ. ഇത് നേരത്തെ ഞാൻ അപ്പുറത്ത് കാണിച്ച കയറാമെന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇല്ല കേട്ടോ, പ്ലെയിനായി കിടക്കണേ. പക്ഷേ ഇതൊന്നും കൂടി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം തേപ്പ് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ബിൽഡിങ്. നിലം നല്ല തേച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഗേറ്റ് എന്താ പാടുന്നുള്ളത് പോയേക്കാം. ഒരു ഗേറ്റിൻ്റെ അവസ്ഥ നോക്കണേ. ഇത് പണ്ടുള്ളതാണ് കേട്ടോ. അന്നത്തെ ഗേറ്റാണ് കേട്ടോ കാണുന്നത്. അടിപൊളി. നമ്മൾ ആ ഒരു ഏരിയ നിന്നാണ് അങ്ങനെ പോയത് കേട്ടോ. അതും അതേപോലെ ഒരു ചെറിയ നിർമ്മിതി അവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി ഈ ഒരു ഏരിയക്കാണ് പോവാം. രാമചന്ദ ടെമ്പിൾ ആണ് കേട്ടോ. ഇതേപോലത്തെ ഒരു കമ്പിയാണ് നമ്മളവിടെ കണ്ടിരുന്നില്ലേ. അപ്പോൾ അത് ബോർഡ് വെക്കാനുള്ള കമ്പിയാണ് കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത്. ആ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളെ തഞ്ചാവൂർ ക്ഷേത്രത്തിന് മേലുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു കുബ്ബട്ടോ. ഇതിന് വലുത് അത് ഏകദേശം 5000 ടണ്ണ് ബാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. നമുക്ക് ഇങ്ങോട്ട് പോകണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു അമ്പലം ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യട്ടോ. അവിടെ ഒരു സ്തൂപം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇഷ്ടികയിലിട്ട നിർമ്മിതി. അവിടെയൊക്കെ ഇഷ്ടികയിലാണ് നിർമ്മിതി. മതിൽ കാര്യങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ. ഇഷ്ടികൻ്റെ ചീളുകൾ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊരു നടപ്പാതയാണ് കേട്ടോ. ഇവിടെയൊക്കെ കമ്പികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പിൻഭാഗം ഇങ്ങനെയാണ് വരുന്നത്. കരിങ്കല്ലിലാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുണ്ടെന്നുള്ളതാണ് കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ. ഇന്നിതുപോലെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത്രയും ഫിനിഷിങ്ങിൽ ചെയ്യുമോ എന്നുള്ള ഒരു സംശയമാണ് കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ഒരു മൂല നോക്കുകയാണെങ്കിൽ കറക്റ്റ് കൊണ്ടുവന്നിക്കണേ. അതും കല്ലിലാണേ. മെഷീന് കാര്യങ്ങളൊന്നും ഇല്ലാതെ എത്ര ദിവസങ്ങൾ പണിയെടുത്ത് അധ്വാനിച്ചിട്ടുണ്ടാവും.
ഈ ഒരു ഏരിയക്ക് വരുമ്പോഴുള്ള ഡേഞ്ചർ സിറ്റുവേഷനായിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ഈ ഒരു പാറൻ്റെ മേലെ ഇങ്ങോട്ട് തള്ളിയിട്ടൊരു കവാടുണ്ടാക്കി കേട്ടോ. കണ്ടാണി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം എന്ന് തോന്നി. കണ്ടാണി ആ ഒരു കൂർപ്പിൽ നിന്ന് അങ്ങനെ കറക്റ്റ് ലെവലാക്കി കൊണ്ട് കൊടുന്നിക്കണേ, ഹൈറ്റ് ഉണ്ടാക്കിയിട്ട്. ഇങ്ങനെയൊക്കെ ഹൈറ്റിൽ ഇപ്പോൾ ഇന്ന് നമ്മളവിടെ ഒന്ന് നിർമ്മിക്കുമോ എന്നുള്ളതാണ് സംശയം. അത്രയും ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു മൂല നോക്കിയിട്ട് അത്രയും കറക്റ്റ് അളവിൽ. ഇന്ന് തുടക്ക ഭാഗം അവിടെയാണ് കേട്ടോ. ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിക്കണത്. ഇവിടെ കയറുമ്പോഴാണ് അറിയണത് എല്ലാ സൈഡിലും അതാ കോട്ടമതിലുകൾ ഇട്ടാ, താഴത്തൊക്കെ പരന്നാ കിടക്കണേ. ഇതേപോലെയാണ് നമ്മളെ ആട്ടൂർ കോട്ട ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് എല്ലാവരും കൈയാളിയിട്ട് ഇപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആട്ടൂർ കോട്ട. അതായത് ഈ മതിൽ വരുന്നത് റാണിക്കോട്ടം എന്നാണ് കേട്ടോ. റാണിക്കോട്ടൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന മതിലതാ. ആ മതിൽ ഇതിൽ കൂടെ അതങ്ങനെ വരുന്നത്. ആ സൈഡിൽ കൂടെ പോണ മതിലത് അങ്ങനെ അയിക്കൂടിയും പോകണം കേട്ടോ. ഇനി അങ്ങനെ ചുറ്റി വളഞ്ഞിട്ടും കൊണ്ട് കവർ ചെയ്ത് വരും. ഈ സൈഡിൽ നിന്ന് വരുന്ന മതിലാണ് ഇതിൽ കൂടെ വരുന്നത്. ആ സൈഡിൽ നിന്ന് ഇറങ്ങുന്ന മതിലാണ് അയിക്കൂടെ പോകണം കേട്ടോ. നമ്മളാ പറഞ്ഞ ആ മതിലതാ അങ്ങനെ വരുന്നത് കേട്ടോ. അയിക്കൂടെ അങ്ങനെ അതാ വരുന്നത്. എന്നിട്ട് ഈ മലമക്കട് കയറുകയാണ് കേട്ടോ. അതാ ആ മലമുക്ക് അങ്ങനെ കയറിയിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ റൗണ്ട് അടിക്കുകയാണ് കേട്ടോ. ഈ സൈഡിൽ നിന്ന് വരുന്ന മതിൽ ഇത് അതിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് പോകാം കേട്ടോ, ഈ ഒരു സൈഡിലേക്ക്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് കവർ ചെയ്തിട്ട് രാജാക്കോട്ടയും റാണിക്കോട്ടയും കൂടി ഒന്നാക്കിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത്രയും ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോഴേ മനസ്സിലാവുള്ളത്. ഈ ഒരു ഏരിയയിലേ ആ കാണുന്നത് എന്തുകൊണ്ട് അത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. താഴത്തിറങ്ങിയതിന് ശേഷം അവിടെ നമ്മളൊരു അമ്പലം കണ്ടിരുന്നു, അവിടേക്ക് നമ്മൾ ബൈക്കാണ് കേട്ടോ. ആ ബൈക്കാണ് നമ്മൾ വന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് പള്ളി വരുന്നുണ്ട്. ആ പള്ളിക്കൊക്കെ നമുക്ക് പോകണം. എന്താ പാടെന്ന് നോക്കണം. ഇത് അവിടെ കേട്ടോ, ആ കാണുന്ന പള്ളിയാണ്. സാറുണ്ട് കേട്ടോ കാവലിന്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ. കണ്ടാണ് ഒന്നുമില്ല കേട്ടോ, കാലേക്ക് എടുക്കണ ഒരു സംഭവമില്ല, ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണം കേട്ടോ. കണ്ടാണ് ഇങ്ങനെ ഉള്ളിൽ കയറാം. പക്ഷെ ഒന്നുമില്ല. അന്ന് കാലത്തൊക്കെ എല്ലാ പൂജകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമാണെന്നുള്ള ആലോചിക്കണം. മേൽഭാഗം ഇതുപോലെയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലാഷ് ഓണാക്കിയോണ്ടാണ്, ഇല്ലെങ്കിൽ കാണില്ല കേട്ടോ. വവ്വാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുട്ടറ മനസ്സ് തന്നിങ്ങനെ ഫ്ലാഷ് ഓഫാക്കിയതാണ് കേട്ടോ അവസ്ഥ. നമ്മൾ കണ്ട ആ ഒരു മേൽക്കൂര അവിടെ ഉണ്ടാ, ഇരുട്ടായിട്ട് ഇഷ്ടിക കൊണ്ട് കണ്ടില്ലേ, അത് അവിടെ ഉണ്ട് കേട്ടോ. അതിന് ഈ സാറിനോട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച്, നല്ല സാറ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി കാണാൻ പോണത് ഈ ഒരു ഏരിയക്കാണ്. ഇതിൻ്റെ അടിയിലേക്ക് പോയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇത് കയറുമ്പോൾ ഇങ്ങനെ കേട്ടോ. സാധാരണ നമ്മൾ ഡയറക്റ്റാണ് വഴി ഉണ്ടാവില്ലേ, ഇത് ഇങ്ങോട്ടൊന്ന് നമുക്ക് ഇങ്ങോട്ട് പോയേക്കാം. അയ്യോ, പിന്നെ പറയാനുള്ളത് വെള്ളം കഴിഞ്ഞു കേട്ടോ. ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ മാക്സിമം വെള്ളം കരുതിയിട്ട് മാക്സിമം സിപ്പടിച്ച് കുടിക്കുക കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ്. കണ്ടാണ് ആർച്ചൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഇവിടെയൊക്കെ ആർച്ച് നോക്കണേ. ഈ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ കേട്ടോ, ഇരുട്ടാണ്. നമ്മൾ പറഞ്ഞ മതിൽ ആ മലമുക്കൂടി അങ്ങനെ പോയിട്ടേ ഇതാ ഈ മലൻ്റെ മേലെ കൂടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അവിടേക്ക് പോകണം. അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഒരു പീരങ്കി ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകേണ്ടത് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് കേട്ടോ. ഇതാണ് അവർക്കുള്ള വഴി. ടൈമാകുമ്പോൾ ഇവിടെ ഏകദേശം തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ മാക്സിമം സമയം ഏകദേശം 3:30 മണിയായിട്ടാണ്. ഈ സമയത്ത് ഇവിടെ വെയിൽ കാര്യങ്ങളൊക്കെ മാക്സിമം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടാവും കേട്ടോ. ഒരു 6-6:30 മണി മുതൽ പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടാവും മലപ്രദേശത്ത്. നാളെ ഞങ്ങൾ ജയദേവി പോയിട്ട് കുടുങ്ങിയതാണ്. അപ്പോൾ മാക്സിമം ഒരു 10 മണിക്ക് തന്നെ കയറി കഴിഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് മേലെത്താം. 12 മണി 1 മണിയാകുമ്പോഴത്തേന് നമുക്ക് മേലെത്താം. പിന്നീട് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ വലിയ ചൂടില്ലാത്ത രീതിയിൽ കറങ്ങാം. പിന്നീട് നമുക്കൊരു 3-3:30-4 മണിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ മാതിരി ചെയ്താൽ മതി. ഒരു ദിവസം സ്പെൻഡ് ചെയ്യണ മാറ്റിയുള്ള വരവ് വന്നമായിട്ടാണ്. ഒരിക്കലും വന്ന് പോയിട്ട് എല്ലാം കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ച് വരണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെടുകയുള്ളൂ. റാണിക്കോട്ട ഒരു ദിവസം, രാജാക്കോട്ട ഒരു ദിവസം, അങ്ങനെ കവർ ചെയ്യണേ ഏറ്റവും നല്ലത്.
അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഇനി 9ാമത്തെ പാർട്ടാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഉള്ള പാർട്ടുകൾ മൊത്തം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. നമ്മൾ A to Z വിഷ്വൽ കാര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ലെങ്ത്ത് കൂടി പോകുന്നത്.